ശ്രീ അബ്ദുൾ അസീസ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. NCP നേതാവാണ്, ജില്ലാ സെക്രട്ടറിയാണ് എറണാകുളം. ശ്രീ അബ്ദുൾ അസീസ്, ഇപ്പോൾ സ്വമേധയാ രാജിവെച്ച് അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് മാറുകയാണ് PC ചാക്കോ. ഇതോടെ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, ഇപ്പോൾ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ കേട്ടിരുന്നു, ഒരു പരിഹാരമാകുമോ? പകരമാര്? അല്ല, ചാക്കോ സാർ അങ്ങനെ ഔദ്യോഗികമായി രാജിവെച്ചതായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. മന്ത്രിയുടെ പക്ഷത്തുള്ള ഒരു വിഭാഗം ആളുകൾ അത്തരം ആവശ്യം രഹസ്യമായി പരസ്യമായി ഉന്നയിക്കുന്നുണ്ട്. അതേമായ കാര്യങ്ങളൊക്കെ ദേശീയ അധ്യക്ഷന്റെ ശ്രദ്ധയിൽ സംസ്ഥാന പ്രസിഡന്റ് പെടുത്തിയിട്ടുണ്ട്. അന്തിമ തീരുമാനം എടുക്കേണ്ടത് ദേശീയ പ്രസിഡന്റ് പവാർജിയാണ്. പവാർജിയുടെ തീരുമാനം വന്നാലാണ് ഇക്കാര്യത്തിൽ രാജിയാണോ അല്ലയോ എന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീ അബ്ദുൾ അസീസ്, അല്ല, അത് അദ്ദേഹം ഈ കാര്യങ്ങൾ കേരളത്തിന്റെ എല്ലാ വിഷയങ്ങളും ദേശീയ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ പ്രസിഡന്റ് അതിൽ അന്തിമ തീരുമാനം എടുക്കും. അതുപോലെ രാജി എന്ന് ഇപ്പൊ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിട്ടില്ല. അങ്ങനെ പറയാമോ? രാജിക്കത്തായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. കേരളത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കംപ്ലീറ്റ് വിലയിരുത്തി മുന്നോട്ട് വന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഭാരവാഹി യോഗത്തിൽ മന്ത്രിയോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഈ ഇതിൽ പങ്കെടുക്കാതിരിക്കുക, അതുപോലെ തന്നെ അടുത്ത ഭാരവാഹി യോഗം വിളിച്ചപ്പോൾ അതിലും പങ്കെടുക്കില്ല എന്നൊക്കെ അറിയിച്ച സാഹചര്യത്തിൽ അബ്ദുൾ അസീസ്, അങ്ങ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക്, അതായത് അങ്ങ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് PC ചാക്കോ നൽകുന്ന ഉറപ്പെന്താണ്? അദ്ദേഹം NCPയിൽ തന്നെ തുടരും എന്ന് തന്നെയാണോ, അതോ ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ NCPയുടെ അധ്യക്ഷനായി ഇരിക്കുന്നതിന് ദേശീയ പ്രസിഡന്റ് തീരുമാനമാണ് അല്ല എന്ന്, അങ്ങനെ ഒരു തീരുമാനം ഇല്ല എന്ന് ശശീന്ദ്രൻ ഈ യോഗത്തിൽ പറഞ്ഞ ഞാൻ അപ്പ രാജിവെക്കാന്ന് പറഞ്ഞതാണ് PC ചാക്കോ. അപ്പൊ അത് പാർട്ടി അകത്തുള്ള തീരുമാനമാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇപ്പൊ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, മറ്റു ചില വിഷയങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു മന്ത്രി മാറ്റം ഇപ്പോ പ്രായോഗികമല്ല. അതിൽ നിന്ന് നിർബന്ധിക്കരുതെന്ന് മുഖ്യമന്ത്രി സംസ്ഥാന പ്രസിഡന്റിനോട് പറയുന്നു. സംസാരിച്ചതിന് NCP ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം. എന്തായാലും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ PC ചാക്കോ. മാതൃഭൂമി ന്യൂസിന്റെ ബിഗ് ബ്രേക്കിംഗ് ആണ്. PC ചാക്കോ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. കുറെ ദിവസങ്ങളായി നീണ്ടുനിന്ന തർക്കം, ആ തർക്കത്തിനൊടുവിൽ ഇതാ മന്ത്രിയെ മാറ്റുവാൻ സാധിക്കാതെ PC ചാക്കോ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത മാതൃഭൂമി ആദ്യമായി ബ്രേക്ക് ചെയ്യുകയാണ്.